മെഡിക്കൽ കോളേജ് മരണമായിട്ട് മല്ലിട്ട് കിടന്നതിന് ശേഷം വീണ്ടും പാമ്പിനെ പിടിക്കാൻ ഇറങ്ങിയോ? ഒത്തിരി ഉണ്ട്. പിന്നെ ഇറങ്ങി. അതെ അതെ. എല്ലാം കൂടെ അതിനകത്തുള്ള ഗിന്നസ് റെക്കോർഡ് എത്രയാ? ഇപ്പോൾ എത്ര തവണ മരണത്തെ മുഖാമുഖം കണ്ടു? 16 തവണ. 16 പ്രാവശ്യം പാമ്പ് കടിച്ചിട്ട്. അതിൽ സുരേഷ് തന്നെ പോയി എന്ന് തോന്നിയത് ഏത് വർഷമായിരുന്നു? ഒരു പ്രാവശ്യം തോന്നിയിട്ടില്ല. തോന്നിയിട്ടില്ല ഇതുവരെ തോന്നി. പോയാലും കണക്ക് തന്നെ. ഇതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല. അല്ല, ആരെങ്കിലും ഉപദേശിച്ചോ? കാരണം കാര്യം മേജർ പാമ്പ് കടിയാണല്ലോ സുരേഷ് നേരിട്ടുള്ളത്. പാമ്പ് കടി എന്ന് പറയുമ്പോൾ ഇപ്പം നമുക്ക് പാമ്പ് കടി കേൾക്കുന്നതിനാണ് എപ്പോഴും വാർത്തയാവുന്നത്. പക്ഷേ ഇപ്പം നമുക്ക് ഒരു 5 വർഷത്തിന് ഇപ്പുറം ഏകദേശം 100ഓളം സ്നേക്ക് പാമ്പിനെ സംരക്ഷിക്കുന്ന ഒരു കടി കിട്ടിയിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് തന്നെ കിള്ളിപ്പാലത്ത് ഷിബു എന്നൊരു ചെറുപ്പക്കാരൻ പാമ്പ് കടിയായിട്ട് പൊന്മുടിയിൽ വെച്ച് മരണപ്പെട്ടു. അതെ, പാമ്പ് കടിയിട്ട് മരണപ്പെട്ടു. അപ്പൊ ഈ അടുത്ത കാലം കൂടിയല്ലോ സുരേഷ് കടി. പിന്നെ അതുപോലെ വേറൊരു വാർത്ത വരുന്നുണ്ട്. പാമ്പിനെ കാണാത്ത സ്ഥലങ്ങളിൽ പാമ്പിനെ കാണുന്നു. കുഞ്ഞു പാമ്പുകളല്ല കാണുന്ന, വലിയ പാമ്പുകളെ കാണും. അപ്പൊ ഇങ്ങനെ കുറെ മനുഷ്യൻ ചേരെ കണ്ട് സംശയിച്ച് പാമ്പാന്ന് പറയുന്നത് ഇല്ല. നമുക്കിപ്പോ വഴുതക്കാട് ആ മേഖലയിൽ നിന്ന് പാമ്പുകൾ, എന്റെ ഈ 40 വർഷത്തെ എക്സ്പീരിയൻസിൽ പാമ്പുകളെ കിട്ടിയിട്ടില്ല. പക്ഷെ ഇപ്പോൾ 2-3 വർഷം കൊണ്ട് നമുക്കിവിടെ നിരന്തരം മോർക്കൻ പാമ്പുകളൊക്കെ ധാരാളം കിട്ടുന്നുണ്ട്. ഒരുപാട് കേസിൽ അങ്ങനെ റിപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഇല്ലാത്ത ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് കിട്ടാത്ത സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ അണലി ഇല്ലാത്ത ആ ഒരു സ്ഥലങ്ങളിൽ അണലിയെ കിട്ടുന്നുണ്ട്, മോർക്കൻ ഇല്ലാത്ത സ്ഥലത്ത് മോർക്കൻ കിട്ടുന്നുണ്ട്. അപ്പോൾ എവിടെ നിന്ന് വരുന്നു എന്നൊരു പഠനമില്ല. ഇത് എങ്ങനെ പിടിക്കുന്നത്, എന്ത് ചെയ്യുന്നു എന്നൊരു പഠനമില്ല. ഒരുപാട് കടി കൂടുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഇരിക്കുമ്പോൾ തന്നെ മുരുക്കുമ്പോഴിൽ കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുന്നേ ഒരു പയ്യനെ കെട്ടാൻ പോയ ഒരാൾ മരണപ്പെട്ടു. ഒരാഴ്ചയ്ക്ക് മുന്നേ ചെറിയെങ്കിലും ഒരാൾ പാമ്പടിയിട്ട് മരണപ്പെട്ടു ഇപ്പോൾ നമ്മുടെ നാട്ടിൽ. പിന്നെ അതുപോലെ ഒരു 2 ആഴ്ചയ്ക്ക് മുന്നേ നമ്മുടെ കോരാണിക്ക് അടുത്തൊരു അമ്മ പട്ടാപ്പകൽ നടന്നു പോകുമ്പോൾ അണലിയുടെ കടിയേറ്റ് മരണപ്പെട്ടു. അപ്പോൾ ഇതൊക്കെ എന്താ ഇങ്ങനെ കൂടാൻ കാര്യം? പാമ്പിൻ്റെ പോപ്പുലേഷൻ കൂടാൻ കാരണം പോപ്പുലേഷൻ കൂടിയെന്നുള്ളതല്ല. എനിക്ക് തോന്നുന്നത് ആളുകൾ ഒന്നത് പറമ്പ് വൃത്തിയാക്കുന്നില്ല, നല്ല കാട് കൂടിയിട്ടുണ്ട്. അപ്പം ഇവർക്ക് ഒളിക്കാനുള്ള സാഹചര്യം ഉണ്ടാവും. ഇപ്പോൾ ഒരു പാമ്പ് കൊടുത്ത അവർക്ക് തന്നെ ഒരാളിനെ വിളിച്ചു കഴിഞ്ഞാൽ ആൾ അവിടെ എത്തുമ്പോൾ ഇതൊന്നെങ്കിലും വല്ല പാറക്കെട്ടിനകത്ത് പോവുകയോ അല്ലെങ്കിൽ വല്ല ചപ്പിനകത്ത് പോവുകയോ ചെയ്യുന്നു. അപ്പോൾ ഇവർക്ക് വരുന്ന ആൾ നോക്കിയിട്ട് അങ്ങ് പോകാനേ പറ്റുള്ളൂ. അപ്പോൾ അവർക്ക് സാഹചര്യം നമ്മളിനി ഒരുക്കി കൊടുക്കും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് മുട്ടയിടാനും കുഞ്ഞുങ്ങളെ നല്ല സൗകര്യം ഉണ്ടാവും. അതെ, നല്ല സൗകര്യങ്ങളുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.